ഇൻഷുറൻസ് കിട്ടിയില്ലാത്ത കടമായിട്ട് നമുക്ക് ജോലി കിട്ടുമ്പോൾ കുറേശ്ശെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ ഡ്രൈവറാണ് അച്ഛൻ കാത്തിരുന്നു. ദൈവം തയ്യാറാണ്. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും അച്ഛൻ അച്ഛൻ പോർക്കണം. ഞാൻ കാരണം അച്ഛൻ ആ അപ്പച്ചന്റെ ജീവന്റെ വേല തന്നെയാ എന്റെ മോളുടെ ജീവിതം നിങ്ങൾ കാരണമായി. അതൊക്കെ കാര്യത്തില് പോകട്ടോ, ചെന്ന് പോകട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം. പുണ്യാത്തോളം ഞെട്ടിച്ചില്ല. കൃത്യമായിട്ടുള്ള തെളിവില്ലാത്ത കാരണം കോടതി പോളെണ്ണ വെറുതെ വിട്ടു. അതോടെ പോളെണ്ണ പുണ്യാണ ചങ്ക്. ഇനിയിപ്പോ പോളെണ്ണ പുണ്യാവനെ കാത്തോളണ്ട. നമ്മുടെ ചാസ്മോൾക്കൊരു 2 വർഷം കൂടി കോഴ്സ് പൂർത്തിയാവും. പള്ളി കമ്മിറ്റിക്കും ഇപ്പൊ പോളെണ്ണ വലിയ കാര്യം. എന്നാലും പുണ്യാള അവർക്കൊരു ധൈര്യം നോക്കണ്ട. എന്താ പറ്റിയേ? ഡോക്ടറെ കാണിച്ചപ്പോൾ ക്യാൻസർ. അതെ, പേടിക്കൊന്നും വേണ്ട. പഴയ പോലൊന്നുമല്ല. ക്യാൻസറിനെ കുറിച്ച് ചികിത്സയുണ്ട്. പിന്നെ പൈസയെ കുറിച്ച് ടെൻഷനൊന്നും വേണ്ട, എല്ലാം സെറ്റാണ്. എനിക്ക് ടെൻഷൻ വെച്ചു. ഈ ക്യാൻസറും വേദനയൊക്കെ ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേരെ വേദനിപ്പിച്ചതിന് ഒരു ചെറിയ പരിഹാരം. പിന്നെ ജെസിയുടെയും ജാസ്മിന്റെയും സങ്കടം കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ഛന്റെ കൂട്ടുകാരനോട് പറഞ്ഞു പറയും. എന്റെ കൂട്ടുകാരനാ? നമ്മുടെ വിയാനി പുണ്യാളനുമായി കൂട്ടുകൂടിയ പിന്നെ എനിക്ക് ഒരിക്കലും നിരാശയും ദുഃഖം ഉണ്ടായിട്ടില്ല. പോളേട്ട മാത്രമല്ല, ഒത്തിരി പേർക്ക് മാനസാന്തരത്തിനും ആശ്വാസത്തിനും കാരണം ഈ വിശുദ്ധ ജോൺ മരിയ. പോളേട്ടൻ പുണ്യാളോട് പ്രാർത്ഥിച്ച മാത്രം പോരാ, പോളേട്ടൻ്റെ ഉള്ളവർക്ക് പുണ്യാളെ പരിചയപ്പെടുത്തുന്നതാണ് ചെയ്യുന്നത്. വിയാനി പുണ്യാളനെ പരിചയപ്പെടുന്നതിനോടൊപ്പം എന്റെ ജീവിതത്തിൽ പുണ്യാളെയും ഞാൻ കാണിച്ചു കൊടുക്കാറ്. എല്ലാ അച്ഛന്മാരും വിശുദ്ധ ജോൺ മരിയ വിയാനിയാകട്ടെ. വളരെ മനോഹരമായിരുന്നു അല്ലേ? നമുക്ക്